മേഘ സമ്മേളന നഗരിയിലാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. അല്പസമയത്തിനകം തന്നെ പ്രതിനിധി സമ്മേളനം ഇനിയുള്ള ദിവസങ്ങളിൽ ശുഭ്രപതാക SFIയുടെ ശുഭ്രപതാക കോഴിക്കോടിൻ്റെ നഗരവീഥികളിൽ ഉയർന്നു പറക്കും. ഏത് രീതിയിലാണ് പ്രതിനിധി സമ്മേളനത്തിലുള്ള മുന്നൊരുക്കങ്ങൾ? പ്രതിനിധികളെല്ലാം തന്നെ എത്തിത്തുടങ്ങിയോ? എന്തൊക്കെയാണ് സമ്മേളന നഗരിയിൽ നിന്നുള്ള വിശേഷങ്ങൾ? വിനിഷ, SFIയുടെ അഖിലേന്ത്യാ സമ്മേളനത്തിന് തുടക്കമാവുകയാണ്. ഇന്നാണ് പ്രതിനിധി സമ്മേളനം നടക്കുക. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി പ്രതിനിധികളൊക്കെ തന്നെയും ഇന്നലെ തന്നെ എത്തിയിരുന്നു. ഇന്ന് രാവിലെ മുതൽ തന്നെ പ്രതിനിധികൾ സമ്മേളന നഗരിയിലേക്ക് പ്രതിനിധി സമ്മേളനം നടക്കുന്ന ഇടത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പലസ്തീൻ സോളിഡാരിറ്റി നഗറിലാണ് പ്രതിനിധി സമ്മേളനം. രാവിലെ 10 മണിക്ക് അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു പതാക ഉയർത്തും. അതോടുകൂടിയാണ് ഇന്നത്തെ ചടങ്ങുകൾ നടക്കുക. പ്രതിനിധി സമ്മേളനം മാധ്യമപ്രവർത്തകൻ ശശികുമാർ, നാടകപ്രവർത്തകൻ കൂടിയായ MK റൈന എന്നിവർ ചേർന്നാണ് ഉദ്ഘാടനം ചെയ്യുക. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ പ്രതിനിധികൾക്ക് കഴിഞ്ഞ ദിവസം തന്നെ സ്വീകരണം നൽകിയിരുന്നു. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് കൊടിമര ദീപശിഖ റാലികൾ കോഴിക്കോട് കടപ്പുറത്ത് സംഗമിച്ചത്. സ്വാഗത സംഘം ചെയർമാൻ കൂടിയായ മന്ത്രി മുഹമ്മദ് റിയാസാണ് ഇന്നലെ പതാക കോഴിക്കോട് പൊതുസമ്മേളനം നടക്കുന്ന നഗരിയിൽ പതാക ഉയർത്തിയത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി നിരവധി അനുബന്ധ പരിപാടികളൊക്കെ തന്നെയും സമ്മേളനത്തിൻ്റെ ഭാഗമായി നടത്തിയിരുന്നു. ഇവിടെ പലസ്തീൻ ഐക്യദാർഢ്യ നഗറിലാണ് പ്രതിനിധി സമ്മേളനം നടക്കുന്നത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എല്ലാം തന്നെയും ഈ സമ്മേളനത്തിൽ ചർച്ചയാകും എന്നത് തീർച്ചയാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് 22 വർഷങ്ങൾക്ക് ശേഷം കോഴിക്കോട് നടക്കുന്ന ഒരു സമ്മേളനമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ തന്നെയാണ് ഈ സമ്മേളനത്തെ നോക്കിക്കാണുന്നത്. എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും ഇന്നലെ തന്നെ പൂർത്തിയായിരുന്നു. ഈ പ്രതിനിധി സമ്മേളനം നടക്കുന്ന ഹാളിലേക്കൊക്കെ തന്നെയും ഇപ്പോൾ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. 10 മണിക്കാണ് പതാക ഉയർത്തുക. 4 ദിവസം, അതായത് ഇന്നു മുതൽ 4 ദിവസമാണ് സമ്മേളനം നടക്കുക. 30-ാം തീയതിയാണ് പൊതുസമ്മേളനം നടക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. 28-ന് മുൻ SFI ഭാരവാഹികളുടെ ഒത്തുചേരലൊക്കെ തന്നെയും നടക്കും. MA ബേബി, പ്രകാശ് കാരാട്ട്, ഭീമൻ ബസു, A വിജയരാഘവൻ ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ തന്നെയും ആ പരിപാടിയിൽ പങ്കെടുക്കും. വിപുലമായ പരിപാടികളൊക്കെ തന്നെയും സമ്മേളനത്തിൻ്റെ ഭാഗമായി വിവിധ സാംസ്കാരിക പരിപാടികൾ, എക്സിബിഷൻ ഉൾപ്പെടെ വിവിധ പരിപാടികളൊക്കെ തന്നെയും സമ്മേളനത്തിൻ്റെ ഭാഗമായി തന്നെയും നടന്നു വരുന്നുണ്ട്. ഏതായാലും 18ാമത് SFI അഖിലേന്ത്യാ സമ്മേളനത്തിൻ്റെ പ്രതിനിധി സമ്മേളനം ഇന്ന് രാവിലെ 10 മണിക്ക് പതാക ഉയർത്തലിന് പിന്നാലെയാണ് നടക്കുക. എല്ലാ ഒരുക്കങ്ങളും നിലവിൽ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. വിനിഷ. ശരി മേഘ, സമ്മേളന നഗരിയിൽ നിന്നുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കായി മേഘയിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു പോകാം.